ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുകയാണ്. ഇന്ന് ഒരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ദിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. ദിനുവിൻ്റെ 4 വയസ്സായി. ഒന്നാമത്തെയും രണ്ടാമത്തെയും ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ വർഷവും അങ്ങനെ ആഘോഷിക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് ദിനു അംഗനവാടി പോവും. അപ്പോൾ അവർക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുപോയി, കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ സ്വീറ്റ്സൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ പുറത്ത് പോകും. എനിക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടുന്ന് പെട്ടെന്ന് തിരിച്ച് പോരാൻ കഴിയുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും. അപ്പം എങ്ങനെയാണെന്നും അറിയില്ല. ഏതായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മോനെ അംഗനവാടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ്സൊക്കെ കൊണ്ടാണ് പോകുന്നത് ഫ്രണ്ട്സിന് കൊടുക്കാൻ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതാ പോവാണ്. പിന്നെ ഞാനും റെഡിയായി പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകാനുണ്ട്. സ്കൂളിൽ നിന്ന് വേഗം തിരിച്ചു വരും. ഒരു 11 മണിക്കൊക്കെ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ വാർഷികമാണ്, 2-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഞാനും ഫ്രണ്ടും കൂടി ഒരു ഷോപ്പിൽ കയറി ചിക്കു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു. എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് തോട്ടുമുക്കത്ത് നിന്ന് കൊണ്ടുവന്നൊരു ചക്കപ്പഴമായിരുന്നു കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. വീട്ടിലൊരുപാടുണ്ട്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇന്ന് ബേപ്പൂർ പോകണമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എടവണ്ണപ്പാറ എത്തിയപ്പം ദിനുവിനൊരു വാച്ച് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് കയറി. മോൻ കുറച്ച് ദിവസമായിട്ട് വാച്ച് വാങ്ങിത്തരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതാ ഞങ്ങൾ പോവാണ്. ബേപ്പൂരിലേക്കാണ് പോകുന്നത്. ബേപ്പൂർ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കുറേ കാലമായി പോകണമെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. ശരിക്കും റൂട്ടൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ചോദിച്ചാണ് പോകുന്നത്. ഈ ഒരു പാലം നല്ല ഒരു അടിപൊളി പാലമാണ് കേട്ടോ. ഏതാ സ്ഥലം എന്ന് അറിഞ്ഞൂടാ. ഫറോക്ക് ആ ഭാഗമാണെന്ന് തോന്നുന്നു. ഏതായാലും നല്ലൊരു അടിപൊളി വൈബുള്ളൊരു പാലം കേട്ടോ. അപ്പോൾ കണ്ടപ്പം നല്ല ഇഷ്ടം തോന്നി. കുറേ ലോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ ബേപ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ട് ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ടോ. മോനെ അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് ഉടനെ റെഡിയായിട്ട് പോരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ചായയും ഉള്ളിവടയും മോന് പഴംപൊരിയൊക്കെ വാങ്ങി അത് കുടിച്ചതിന് ശേഷമാണ് നടക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ തിരക്കും കുറവാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അതോ ഇനി ഇവിടെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ പാറയിലൊക്കെ കക്കയാണോ ഇരുമ്പാണോ എന്നറിയില്ല, ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് പറിച്ച് പോയി എന്നാണ് ഹസ്ബൻഡ് പറയണേ. പക്ഷെ കുറേ കല്ലിൽ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. നല്ലൊരു രസമുണ്ട്. നല്ലൊരു രസമുള്ള സ്ഥലമാണ്. നമുക്ക് ഒരുപാട് ലോങ് ആയിട്ടുള്ള കടലിൻ്റെ 2 സൈഡിലൂടെ ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു പാലമാണ് കേട്ടോ. ഇതിലൂടെ അങ്ങനെ നല്ല രസമാണ് നടക്കാൻ. പിന്നെ ഒരുപാട് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നതും തിരിച്ച് വരുന്നതും ഒക്കെ കണ്ടു കേട്ടോ. മോനിതൊക്കെ കണ്ടപ്പം ഭയങ്കര അത്ഭുതം തോന്നി. ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നി. കാരണം നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ കണ്ടു. പിന്നെ ഈ ഒരു സൺസെറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ല. പക്ഷെ അതിവിടെ വന്ന് കണ്ട് ആസ്വദിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അതുപോലെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നതും ഒരുപാട് മീൻ കിട്ടി തിരിച്ചു പോകുന്നതും അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടുന്ന് കണ്ടു കേട്ടോ. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നും.
ഒരു ഭംഗി ശരിക്കും ക്യാമറയിലൊന്നും കിട്ടൂല. ഇത് ഇവിടെ വന്ന് കാണുക തന്നെ വേണം. അങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്നതിന് ശേഷം ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ നല്ല രസമാണ് നടക്കാൻ. അങ്ങനെ ഞങ്ങൾ എടവണ്ണപ്പാറ മമതയിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ട അൽഫാമും ഒക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് സമയം പുറത്ത് വന്നിരുന്നു. കുറേ സമയം യാത്ര ചെയ്തതല്ലേ, അപ്പോൾ ഇവിടെ മോനെ ഈ കളിപ്പാട്ടങ്ങളിലൊക്കെ കയറി കളിച്ചു. ഞങ്ങളൊരു ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം വാങ്ങി കഴിച്ച് കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന കരുതുകയാണ്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.